ഈ കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കൂടുതലുണ്ടായ ഏറ്റവും വലിയ ആശങ്ക സ്വാഭാവികമായിട്ടും മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാകുമോ എന്നൊക്കെയായിരുന്നു ആശങ്ക. നമ്മൾ ആദ്യം ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ വിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങൾ, അതായത് ഏതൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കൃത്യമായി ഇതിൽ മുന്നറിയിപ്പ് നൽകിയത്, ഇതിൽ ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം അതെന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ വിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടാകുന്ന ആശങ്ക, മീൻ കഴിക്കാമോ, മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും ഈ ചിത്രം കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള രാസപദാർത്ഥങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആശങ്ക ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അക്വാറ്റിക് ബയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിജു കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ഡോക്ടർ ബിജു കുമാർ. ഡോക്ടർ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ഇത് വളരെ വിദഗ്ധമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. ഇപ്പോൾ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനം എന്താണ്? എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അപ്പൊ ഈ മറിഞ്ഞ കപ്പലില് പിന്നെ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഡീസലും ഫർണസ് ഓയിലും അതുപോലെ തന്നെ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന 3 വസ്തുക്കളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് പല കണ്ടെയ്നേഴ്സും ഇപ്പോൾ മറ്റു വിദൂര പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പലതും കാലിയാണെന്നും പറയുന്നു. ഇപ്പൊ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് എവിടെയും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു എണ്ണ മലിനീകരണം നടന്നതായിട്ടുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഈ എണ്ണ ഉള്ള കണ്ടെയ്നറുകൾ പലതും ഇനി പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ തൽക്കാലം ആശ്വാസകരമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വന്ന് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒന്നും ഈ അപകടകരമായ രാസവസ്തുക്കളുള്ളതും നമുക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കടലിലായാൽ തീർച്ചയായിട്ടും ആ പ്രദേശങ്ങളിൽ മത്സ്യം കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അപ്പൊ നമുക്ക് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ രാസവസ്തു, വിഷാംശം ഉള്ള രാസവസ്തു അടങ്ങിയത് പൊട്ടിയിട്ടില്ല എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെ, ആ 10-13 കണ്ടെയ്നറുകളാണ്, അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ആശങ്ക അവിടെ പരിഹരിക്കപ്പെടും, അല്ലെ? ആശങ്ക അവിടെ പരിഹരിക്കപ്പെടാമെന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം കണ്ടെയ്നേഴ്സ് ഭാരമുള്ളത് കൊണ്ട് തന്നെ 50 മീറ്ററോളം ആഴത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ലോകത്തെവിടെയായാലും ഈ ഇതുപോലെയുള്ള എണ്ണ മലിനീകരണം, രാസവസ്തു മലിനീകരണം നടന്നാൽ ആ പ്രദേശങ്ങളിൽ തൽക്കാലം മത്സ്യബന്ധനം റെഗുലേറ്റ് ചെയ്യുകയാണ് സാധാരണയായി ചെയ്യുക. അപ്പൊ നമ്മളെ കേസിലും ഈ തൽക്കാലം ഈ ഇതിന്റെ എത്രത്തോളം മലിനീകരണം നടന്നു എന്ന ഒരു വിലയിരുത്തൽ കൃത്യമായിട്ടുണ്ടാകുന്നത് വരെ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധനം ഒഴിവാക്കുകയും ആ പ്രദേശങ്ങളിലെ മത്സ്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാൻ മുൻകരുതൽ സമീപനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ബിജു കുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്. പക്ഷേ ഇതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളും അന്താരാഷ്ട്ര ഏജൻസികളും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ വിഷമയമായ അല്ലെങ്കിൽ ഹാനികരമായ പദാർത്ഥങ്ങൾ കടലിൽ കലർന്നിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായാൽ അത്തരം വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കും. ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ നിലയിലുള്ള ആശങ്ക ഒരു പരിധിവരെ ഇപ്പോൾ അത്ര കാഠിന്യത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ കോസ്റ്റ് ഗാർഡും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾക്കനുസരിച്ച് നമ്മളൊരു അനാവശ്യ ഒരു ആശങ്കയോ പേടിയിലേക്കോ പോകേണ്ട, നിലവിൽ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് പേടിക്കേണ്ടതില്ല എന്നൊരു വിവരമാണ് പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വരുന്ന കാഴ്ചകൾ. അതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.